പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എങ്ങനെ ലിക്വിഡ് ട്രാൻസിഷൻ അല്ലെങ്കിൽ ലിക്വിഡ് ആനിമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഏകദേശം ഇതുപോലെ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് പ്രോക്രിയേറ്റ് ആണ്. നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിലുള്ള ആനിമേഷൻസ് പറഞ്ഞ ഒരു ഓപ്ഷൻസ് വെച്ച് നിങ്ങൾക്ക് പ്രോക്രിയേറ്റ് ഐപാഡ് നിർബന്ധമാണ്. അപ്പം ഇതില്ലാത്തവർക്ക് ഫോട്ടോഷോപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫ്രെയിം ബൈ ഫ്രെയിം ആനിമേഷൻ ചെയ്യാവുന്നതാണ്. എന്തായാലും പ്രോക്രിയേറ്റ് ഓപ്പൺ ചെയ്തു, ബ്ലൂ കളർ സെലക്ട് ചെയ്തു, ബ്രഷസ് എന്ത് ചെയ്തു, ഒരുപാട് ബ്രഷസ് അവൈലബിൾ ആണ് പ്രോക്രിയേറ്റിൽ. ഇതിൽ ഇങ്കിങ്ങിൽ വന്ന് സ്റ്റുഡിയോ പെൻ സെലക്ട് ചെയ്തു. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പ്രോക്രിയേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസിയാണ്. ഇതിൽ ലേറ്റസ്റ്റ് വെർഷനിൽ വരുന്നതാണ് ആനിമേഷൻ അസിസ്റ്റൻറ്റ്. നമുക്ക് എന്ത് ചെയ്യുക, പ്രോക്രിയേറ്റിൽ തന്നെ ആനിമേഷനും കാര്യങ്ങളും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതന്നെ സെയിം ടെക്നോളജി, ഫ്രെയിം റേറ്റ് കാര്യങ്ങൾ, ഫ്രെയിം ബ്ലെൻഡിങ്, ബ്രഷിൻ്റെ സെറ്റിംഗ് എല്ലാം അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യുക, ഫോട്ടോഷോപ്പിലും ചെയ്തെടുക്കാൻ പറ്റും. ഫോട്ടോഷോപ്പിൽ ടൈം ലൈൻ എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു പ്ലഗിൻസും അവൈലബിൾ ആണ്. എൻ്റെ ഓർമ്മയിൽ ഒരു പ്ലഗിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഒരു പ്ലഗിൻസ് അവൈലബിൾ ആണ്. ഫോട്ടോഷോപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഒരുപാട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഏത് സോഫ്റ്റ്വെയർസും ഇതുപോലെ തന്നെ പ്രോക്രിയേറ്റ് അല്ലെങ്കിൽ റഫ് ആനിമേറ്റർ ഉണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ ഓപ്ഷൻ, ലിക്വിഡ് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് വരയ്ക്കാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ആഫ്റ്റർ എഫക്ട്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലിക്വിഡ് ട്രാൻസിഷൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതിൽ തന്നെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഈ ആഫ്റ്ററിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്, നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പം ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് ഞാൻ ഇതുവരെയും മലയാളത്തിൻ്റെ ചാനലിൽ ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല. അതാണ് ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഇൻ്റർഫേസ്. നിങ്ങൾ പ്രീമിയർ ഉപയോഗിക്കുന്നവർക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിക്കാൻ വേണ്ടി. നമ്മളിപ്പം പ്രീമിയർ പ്രോയിലൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യണം എന്താണ്, ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പം സെയിം സംഭവം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ സീക്വൻസ് എന്നല്ല, എൻ്റെ ടെക്നിക്കൽ ടൈം കോമ്പോസിഷനാണ്. ഇവിടെ ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ കോമ്പോസിഷനിൽ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ കോമ്പോസിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ പേര് കൊടുക്കാം. തൽക്കാലം സാമ്പിൾ 1 കൊടുത്തു. ഇനി നമ്മൾ അറിയാമല്ലോ സീക്വൻസിൻ്റെ ഹൈറ്റ് വിഡ്ത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രീസെറ്റ് ഉണ്ട്. HDTV സെറ്റ് ചെയ്യാം, അതായത് 1920 1080 ഫുൾ HDക്ക് വേണ്ടി. ഇനി ഫ്രെയിം റേറ്റ് ഞാൻ സാധാരണ 30 ആണ് ഉപയോഗിക്കാറ്. 24 കൊടുക്കാം, 25 കൊടുക്കാം. ഇനി ഇവിടെ ടൈം ഡ്യൂറേഷൻ, ഇതല്ല, രണ്ടാമത്തെ ഡ്യൂറേഷനാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സീക്വൻസ് എത്ര സമയം വേണമെന്നുള്ളത് നമ്മൾ പ്രീമിയറിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി വീഡിയോ, അതനുസരിച്ച് അത് സെറ്റ് ആയിക്കോളും. പക്ഷേ ആഫ്റ്റർ എഫക്ട്സിൽ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം എത്ര മിനിറ്റിൻ്റെ വീഡിയോ, എത്ര സെക്കൻഡിൻ്റെ വീഡിയോ ആണ് നമുക്ക് വേണ്ടതെന്ന്. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു 5 സെറ്റ് ചെയ്തു, പിന്നീട് നമുക്ക് തോന്നി വീണ്ടും അത് കൂട്ടണം എന്നല്ല. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പം എപ്പോൾ വേണമെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്ത് വേണം, ഒരു ടൈം സെറ്റ് ചെയ്യണം. അപ്പം അതിനാണ് ഡ്യൂറേഷൻ. ഇവിടെ ഇത് ലാസ്റ്റിൽ വരുന്ന ഫ്രെയിം, സെക്കൻഡ്, മിനിറ്റ്, ഹവർ. അപ്പോൾ എനിക്കൊരു 10 മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി, 10 കൊടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റും 5 സെക്കൻഡുമാണ്. പക്ഷെ നമുക്ക് ഇവിടുത്തെ കേസിൽ നമുക്ക് എന്ത് മതി, ഒരു 5 സെക്കൻഡ് മതി. അപ്പോൾ നമ്മൾ എന്ത് 05 കൊടുത്തു, ഫ്രെയിം 002 കൊടുത്താൽ മതി. അപ്പം ഇതെല്ലാം ഡീപ്പായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഒരു ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് എന്തായാലും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഒരു 5 സെക്കൻഡിന് വേണ്ടി ഇതുപോലെ വെച്ച് കൊടുത്തു. ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളറെല്ലാം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എന്തെല്ലാം ഓക്കെ കൊടുത്തു. ആണ് ഇവിടെ സാമ്പിൾ 1 സീക്വൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ടൈം ലൈന്, കാണാൻ പറ്റും. ഇതാണ് ടൈം ലൈൻ വരുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഒരു ഷേപ്പ്, ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം, ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഇവിടെ റെക്റ്റാങ്കിൾ ടൂളിൽ വന്ന് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു ബോക്സ് ഇങ്ങനെ ഇതേപോലെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ചിലപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഇവിടെ കാണാം ഒരു ഷേപ്പ് ലെയർ 1 എന്നുള്ള ഒരു ബോക്സ്, ഈ ഒരു റെക്റ്റാങ്കിളാണ് അത്, ഇതിൻ്റെ ലെയറാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിനായിട്ടുള്ള 2 പ്രോപ്പർട്ടീസാണ്. ഒന്ന് ഫിൽ, സ്ട്രോക്ക്. നമുക്ക് ഇതിൻ്റെ ഫിൽ കളർ ചേഞ്ച് ചെയ്യാം, അതിൻ്റെ സ്ട്രോക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനങ്ങനെ മൂവ് ചെയ്തു, ഇതാണ് ഷേപ്പ് വരുന്നത്. നമ്മുടെ സ്ട്രോക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല അതിൻ്റെ, ഇപ്പോൾ ഇല്ലുസ്ട്രേറ്റർ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും എന്താണ് സംഭവം എന്നുള്ളത്. ഞാൻ 0 കൊടുത്തു തൽക്കാലം.
അപ്പോൾ ഫിൽ കളർ വേണമെങ്കിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുന്ന കളറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഒരു ഷേപ്പിനെ ഈ ഒരു ഐക്കൺ കണ്ടോ ഇവിടെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് വരുന്നത് രണ്ടെണ്ണമാണ്, കണ്ടൻസ്, ട്രാൻസ്ഫോം. കണ്ടൻസിൽ ഈ ഷേപ്പിൻ്റെ ബോക്സിൻ്റെ പ്രോപ്പർട്ടീസൊക്കെയാണ്. റെക്ടാങ്കിളിൽ ലെഫ്റ്റ് സ്ട്രോക്ക് ഫില്ല് നമ്മളിവിടെ കൊടുക്കുന്നില്ലേ, സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ട്രാൻസ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പൊസിഷനിങ് നമ്മൾ ഓർമ്മയില്ലേ പ്രീമിയർ പ്രോയിൽ അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും കീ ഫ്രെയിം കൊടുത്ത് ആനിമേഷൻ ചെയ്ത് സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ട്രാൻസ്ഫോം ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പൊസിഷൻ, സ്കെയിൽ, റൊട്ടേഷനൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്യാം. പൊസിഷൻ്റെ വാല്യൂ ഇതേപോലെ വൈ ആക്സിൽ മൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എക്സ് ആക്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ത് ചെയ്തു, ഇത് മൂവ് ചെയ്ത് ഇവിടെ വെച്ച് കൊടുത്തു. നമ്മളിവിടെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴല്ല ഇവിടെ വാല്യൂ ചേഞ്ച് ആവുന്നത്, ഈ ഒരു പൊസിഷനിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് പൊസിഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീ ഫ്രെയിം ആഡ് ചെയ്യാൻ പറ്റും. കീ ഫ്രെയിം ആഡ് ചെയ്തു. ഇനി ഫസ്റ്റ് സെക്കൻഡിലേക്ക് വന്നു, ഇതിനെ മൂവ് ചെയ്ത് മുകളിലോട്ട് എത്തിച്ചു. ഒന്നുമില്ല, ബേസിക് പൊസിഷൻ ആനിമേഷൻ താഴെന്ന് മുകളിലോട്ട് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ കീ ഫ്രെയിം നമ്മൾ ജസ്റ്റ് പൊസിഷൻ മൂവ് ചെയ്താൽ മതി, അവർ ഓട്ടോമാറ്റിക്കായിട്ട് കീ ഫ്രെയിം ആഡ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ബേസിക് ആനിമേഷൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷേപ്പിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുന്നു, കുറച്ച് എഫക്ട്സുകൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. എഫക്ട്സ് വരുന്നത് ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് എഫക്ട്സിൽ ഡിസ്റ്റോർട്ട്, ടെർബുലന്റ് ഡിസ്പ്ലേസ്, അതാണ് സംഭവിക്കുന്നത്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇപ്പോൾ നമ്മളിപ്പം ഞാനിപ്പോൾ ഒന്നും വാല്യൂ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പം ഇതിൻ്റെ എവല്യൂഷനിൽ കീ കൊടുത്തു കഴിഞ്ഞാൽ അല്ല നമുക്ക് അതിനെങ്ങനെ ടെർബുലന്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ വാല്യൂ മാറ്റി കൊടുക്കാൻ പറ്റും. പക്ഷേ അതിനൊരു നമ്മളിപ്പോൾ കീ ഫ്രെയിം കൊടുക്കുന്നതായിട്ട് നല്ലത് ഒരു എക്സ്പ്രഷൻസ് വെച്ച്, അതാണ് ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് എക്സ്പ്രഷൻസ് ആഡ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യും, ഇതിനെ ആനിമേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് എക്സ്പ്രഷൻ ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കീബോർഡിൽ ഓൾട്ട് കീ എന്ത് ചെയ്യുക, നെക്കി പിടിക്കുക. എന്നിട്ട് ഈ എവല്യൂഷൻ്റെ കീ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്രഷൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡീഫോൾട്ടുള്ള സംഭവം ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ടൈം നമ്മൾ ഇൻറ്റു, അതായത് സ്റ്റാർ ടൈം ഇൻറ്റു ഒരു 400 കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാല്യൂ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, വാല്യൂ ഇങ്ങനെ കൂടി വരുന്നത്. ഇപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ലിക്വിഡ് മോഷൻസ് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ തന്നെ ഇതിൻ്റെ ടെർബുലൻ്റ് മാറ്റി ട്വിസ്റ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലിക്വിഡ് സ്റ്റൈൽ കിട്ടുന്നതാണ്. എനിക്ക് ഇതുപോലൊക്കെ എന്ത് ചെയ്യാം, കാര്യങ്ങളെ ആഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പം ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം, ഒരു ലിക്വിഡ് ട്രാൻസിഷൻ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു സംഭവം തന്നെ ഒരു ട്രാൻസിഷൻസ് ആയിട്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് വരുന്നത് ഞാനിപ്പോൾ പുതിയൊരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്തു. ഈ സെയിം സംഭവം തന്നെ വേറൊരു ടെക്നിക്കിൽ സാമ്പിൾ 2 കൊടുത്തു, സെയിം 5 സെക്കൻഡ് എല്ലാം ഓക്കെ കൊടുത്തു. അതായത് നമുക്ക് ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പം ലിക്വിഡ് ഈ ഒരു ഭാഗത്തു നിന്ന് വന്ന് ഇങ്ങനെ ഫില്ലാവുന്ന പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് പെൻ ടൂൾ എടുത്തു. പെൻ ടൂൾ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഷേപ്പ് എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് സെലക്ഷൻ ടൂളിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ ഷേപ്പ്. പക്ഷേ നമുക്കിവിടെ വേണ്ടത്, നമുക്ക് ഈ ഷേപ്പിന് എന്ത് വേണ്ട, ഫില്ലിൻ്റെ ആവശ്യമില്ല, സ്ട്രോക്ക് മാത്രം മതി. അപ്പം അതിന് ഫില്ലിനെ കളറിലല്ല, ഇവിടെ ഫിൽ എഴുതിയ ഈ വേർഡിൽ എന്ത് ചെയ്യുക, ഫിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിൽ ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് കളർ വേണ്ട, അപ്പോൾ എന്ത് ചെയ്ത് ഞാൻ കൊടുത്തു, ഫിൽ എന്താണ് റിമൂവ് ആയി. നമുക്ക് സ്ട്രോക്ക് മതി, സ്ട്രോക്കിന് ജസ്റ്റ് ഒരു കളർ കൊടുത്തു, അതിൻ്റെ വാല്യൂ എന്ത് ചെയ്തു, കൂട്ടി. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനൊരു
ബ്ലൂ കളറിലേക്ക് എന്ത് ചെയ്യുക കൊണ്ടുവരാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇതിനെന്ത് ചെയ്യണം, ആനിമേറ്റ് ചെയ്യണം. അതിനായി ഈ ഒരു ഷേപ്പ് ലെയർ ഡ്രോപ്പ് ഡൗൺ ചെയ്യുക. ഇതിലൂടെ ആഡ് എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ, ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ട്രിം പാത്ത് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രിം പാത്ത് 1 എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതൊന്നുകൂടെ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ അതിലൂടെ സ്റ്റാർട്ട് എൻഡ് എന്ന 2 വാല്യൂ കാണാം. അപ്പോൾ സ്റ്റാർട്ട് 0 എൻഡ് 100 ആയതുകൊണ്ടാണ് നമുക്ക് ഫുൾ വിസിബിൾ ആവുന്നത്. അപ്പോൾ ഈ ഒരു എൻഡിൻ്റെ വാല്യൂ 100 നിന്ന് ഇങ്ങനെ കുറച്ച് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഉണ്ടല്ലേ. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ 2 0 ആണ്, അപ്പോൾ ഒന്നും വിസിബിൾ അല്ല. അപ്പം 0 ഇങ്ങനെ 100ലേക്ക് വരുമ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ആനിമേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളെന്ത് ചെയ്യുന്നു, സ്റ്റാർട്ടിങ്ങിലേക്ക് വരും, എൻഡിൻ്റെ വാല്യൂ 0 ആക്കിയിട്ട് കീ ഫ്രെയിം ആഡ് ചെയ്തു, 1ാമത്തെ സെക്കൻഡിലേക്ക് പോയി ഈ എൻഡിൻ്റെ വാല്യൂ 100 ആക്കി. അപ്പോൾ നിങ്ങൾ കാരണം ശ്രദ്ധിക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് എൻഡ് എല്ലാവർക്കും നിങ്ങൾ സ്റ്റാർട്ടായിരിക്കും ആനിമേറ്റ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളിപ്പം ഞാനിപ്പോൾ ഈ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തത് ഫസ്റ്റ് പോയിന്റ് ഇവിടെ ഇട്ട് കൊടുത്തു, പിന്നെ ഇവിടെ ഈ ഒരു രൂപത്തിലാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ റിവേഴ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൻഡിന് പകരം സ്റ്റാർട്ടായിരിക്കും ആനിമേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഇതേപോലെ ആനിമേഷൻ കിട്ടും. ഇനി എനിക്കിവിടെ ഈ ഷേപ്പിൻ്റെ സ്ട്രോക്കിൻ്റെ ഇവിടെ കാണാം, സ്ട്രോക്കിൻ്റെ പ്രോപ്പർട്ടീസിൽ വന്നു കഴിഞ്ഞാൽ ലൈൻ ക്യാപ്പ് ബഡ് ക്യാപ്പ് മാറ്റി റൗണ്ട് ക്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എൻഡിങ് റൗണ്ട് ആയിട്ട് കിട്ടും. ഒന്നുകൂടെ ലിക്വിഡൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ ഫുൾ സ്മൂത്തായിട്ടായിരിക്കും ഒന്നുകൂടെ നല്ലത്. അതുകൊണ്ടാണ് റൗണ്ടാക്കി മാറ്റിയത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത സെയിം സംഭവം എഫക്സ് ലെയർ സെലക്ട് ചെയ്തു, എഫക്സിൽ ഡിസ്റ്റോർഡിൽ ടെർബുലൻറ്റ് ഡിസ്പ്ലേസ് ആഡ് ചെയ്തു, ടെർബുലൻറ്റ് ഡിസ്പ്ലേസ് ട്വിസ്റ്റാക്കി മാറ്റി. ഇനി ഇതിൻ്റെ എവല്യൂഷനിൽ ഓൾട്ട് കീ പ്രസ് ഹോൾഡ് ചെയ്താണ്ട് ക്ലിക്ക് ചെയ്തു, ഇവിടെ 9x400 കൊടുത്തു. നമ്മൾ നേരത്തെ ചെയ്ത സെയിം സംഭവങ്ങൾ അല്ല, ഒന്നുകൂടെ ഒരു ലിക്വിഡ് സ്റ്റൈലിലേക്ക് എന്ത് ചെയ്യാൻ കൊണ്ടുവരാം. ഇനി ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ക്രീൻ എന്താവുന്നില്ല, ഫുള്ളാകുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു ടെക്നിക്ക് ഇവിടെ ഷേപ്പിൻ്റെ സ്ട്രോക്കിൻ്റെ പ്രോപ്പർട്ടീസിൽ വന്ന് ഇവിടെ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്താൽ മതി. ഇപ്പം ഈ സെയിം വാല്യൂ തന്നെയാണ് ഇതും വരുന്നത്. ഇതിൽ വിഡ്ത്ത് ഇവിടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാത് ഇതേപോലെ ഫില്ലാക്കി കൊടുക്കാം. പക്ഷെ നമുക്ക് സ്റ്റാർട്ടിങ് എന്തായിരിക്കണം, ഇതേപോലെ ലൈനായിട്ടാണ് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്താൽ മതി, സ്റ്റാർട്ടിങ്ങിൽ വന്നു വാല്യൂ 100 കൊടുത്തു, സ്ട്രോക്കിൻ്റെ വിഡ്ത്തിൽ കീ ഫ്രെയിം കൊടുത്തു, 1ാമത്തെ സെക്കൻഡിൽ എന്ത് ചെയ്തു 100 മാറ്റി ഇത് ഫില്ലാവുന്നത് വരെ എന്ത് ചെയ്യുക, വാല്യൂ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അവൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ കൂടി ഒന്ന് വരും. പക്ഷെ ഇവിടെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വാല്യൂ കൂടുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് സാവധാനം എന്ത് ചെയ്താൽ മതി, ഈ സ്ട്രോക്കിൻ്റെ വാല്യൂ കൂടിയാൽ മതി. അപ്പോൾ അതിനാണ് നമ്മൾ പ്രീമിയർ പ്രോ മാസ്റ്റർ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരു ടെക്നിക്ക് ഈസ് അപ്ലൈ ചെയ്യുക. അതിനാണ് 2 കീ ഫ്രെയിം സെലക്ട് ചെയ്തു, ഈ കീ ഫ്രെയിമിൽ മൗസ് പോയിൻ്റർ കൊണ്ടുവച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തു, കീ ഫ്രെയിം അസിസ്റ്റൻറ്റ് ഈസി ഈസ് F9 ആണ് ഷോർട്ട് കട്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇത് ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഇത് രണ്ടും സെലക്ട് ചെയ്ത് കീബോർഡിൽ F9 പ്രസ് ചെയ്താലും മതി. അപ്പോൾ എന്തായാലും ഈസ് അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ പ്രീമിയം പ്രോയിൽ ഗ്രാഫ് എന്ത് ചെയ്തിരുന്നു, അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതേപോലെ ഇവിടെ ഗ്രാഫ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതാണ് ഓപ്ഷൻ വരുന്നത്, ഗ്രാഫ് എഡിറ്റർ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഫ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാര്യം ശ്രദ്ധിക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് എഡിറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും കാണാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിനുള്ള റീസൺ നിങ്ങൾ കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഗ്രാഫ് എഡിറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഫ് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഗ്രാഫ് എല്ലാവർക്കും കിട്ടുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ചൂസ് ഗ്രാഫ് ടൈപ്പ് ആൻഡ് ഓപ്ഷനിൽ വന്ന് ഇവിടെ ചിലപ്പം എഡിറ്റ് വാല്യൂ ഗ്രാഫ് ആയിരിക്കും, ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, എഡിറ്റ് സ്പീഡ് ഗ്രാഫ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് കിട്ടും. അപ്പോൾ ഇതാണ് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈസി. എന്തായാലും ഗ്രാഫിൻ്റെ ഈ ഒരു കീ ഫ്രെയിം സെലക്ട് ചെയ്തു, എന്നിട്ട് ഈ ഒരു ഹാൻഡിൽ പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഇതുപോലെ നീക്കി കൊടുത്തു. അപ്പോൾ എന്തായിരിക്കും ഒരു ഇതിലെ വാല്യൂ സാവധാനം ഇൻക്രീസ് ആകും ഈ ഗ്രാഫ്. ഇനി ഞങ്ങൾ ബാക്ക് ടു നോർമലിലേക്ക് വരാം. നിങ്ങൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ സാവധാനം ഇൻക്രീസ് ആയിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇവിടെയും പറ്റ തിന്നായിട്ടുള്ള സ്ട്രോക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കീ ഫ്രെയിം പിടിച്ചൊന്ന് നീക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ലിക്വിഡ് എന്ത് ചെയ്യുക, ലിക്വിഡ് ട്രാൻസിഷൻ ലിക്വിഡ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക
ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നിങ്ങൾക്കിതൊരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ലിക്വിഡ് ആക്കിയെടുക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലെയർ സ്റ്റൈലിൽ വന്ന് ബിവൽ ആൻഡ് എംബോസ് ആഡ് ചെയ്യുക. അപ്പം ഇവിടെ കാണാം ലെയർ സ്റ്റൈൽ ബിവൽ ആൻഡ് എംബോസ്. ബിവൽ ആൻഡ് എംബോസിൽ വന്നിട്ട് എന്ത് ചെയ്തു, ഇതിൻ്റെ കളർ രണ്ടും ഈ സെയിം കളറിലേക്ക് വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ സൈസ് എന്ത് ചെയ്തു, കൂട്ടി കൊടുത്തു. ബിവൽ എംബോസ് ഞാൻ ഇവിടെ ഹൈഡാക്കി പോകുമ്പോൾ കണ്ടില്ലേ, ഒരു 3D ഡെപ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു ലിക്വിഡിനെ ആഡ് ചെയ്യാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇതാണ് അടുത്ത ടെക്നിക്ക്. തൽക്കാലം ലെയർ സ്റ്റൈൽ ഒന്ന് ഡിലീറ്റ് ചെയ്തു, നോർമൽ ഫ്ലാറ്റ് കളർ തന്നെ ആക്കി കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇതിനെ തന്നെ എന്ത് ചെയ്യാൻ അറിയാം, നിങ്ങൾക്ക് ഈ ജസ്റ്റ് ഈ ഒരു ഷേപ്പ് ലെയർ Ctrl+D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനോട് മൂവ് ചെയ്ത് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കണ്ടൻസിൽ ഷേപ്പിൽ പാത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പാത്ത് എന്ത് ചെയ്യാം, ഇതിൻ്റെ പാത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പാത്ത് എന്ത് ചെയ്യുക, അപ്പം നിങ്ങൾ കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് കണ്ട് പാത്ത് എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ല കൺട്രോൾസ് അവൈലബിൾ ആയിരിക്കും. എന്ത് ചെയ്തപോലെ എന്ത് ചെയ്യുക, ഈ പാത്തിന് എന്ത് ചെയ്യുക, ഈ പാത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി ഒന്നുകൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സാമ്പിളിൽ വന്ന് ഞാൻ മൂന്നാമത്തെ സാമ്പിളാണ്, സെയിം 5 സെക്കൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, നേരത്തെ ചെയ്ത പോലെ ഒരു ബോക്സ് എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ബോക്സിൻ്റെ നമുക്കിവിടെ സ്ട്രോക്ക് 0, ഫിൽ കളറാണ് വേണ്ടത്, ഫിൽ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഇനി ഈ ഷേപ്പ് എന്ത് ചെയ്യണം, ബോക്സിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മളിത് ബോക്സിനെ കൺവേർട്ട് ചെയ്ത് നോർമൽ ഷേപ്പാക്കി മാറ്റണം. അതിനായി ഇവിടെ കണ്ടൻസിൽ റെക്റ്റാങ്കിൾ പാത്ത്, ഇവിടെ ഈ റെക്റ്റാങ്കിൾ പാത്തിൽ എന്ത് ചെയ്യുക, റെക്റ്റാങ്കിൾ പാത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ഇൻ ടു ബേസിയർ പാത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ്, ഇനി ഒരു നോർമൽ ഷേപ്പായിട്ട് മാറും. ഇനി ഇവിടെ പെൻ ടൂളിൽ ഇവിടെ ആഡ് വെർട്ടെക്സ് ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കുറച്ച് പോയിന്റുകൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്തു. ഇനി സെലക്ഷൻ ടൂളിലേക്ക് വന്നു ഓരോ പോയിന്റ് എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഇതേപോലെ ഒരു ഷേപ്പാക്കി മാറ്റി. ഇനി പെൻ ടൂളിൽ വന്ന് ഇവിടെ കൺവേർട്ട് വെർട്ടെക്സ് ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്തു, ഈ പോയിന്റിനെ എല്ലാം എന്ത് ചെയ്തു, ഇതേപോലെ സ്മൂത്ത് ചെയ്തു. എനിക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എന്ത് ചെയ്യാം, ഒരു അല്ലേ ഒരു വെള്ളം ഡ്രോപ്പ് ഇറ്റി വീഴുന്ന പോലെ എന്ത് ചെയ്തു, സ്മൂത്ത് ചെയ്തു. ഇനി ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാത്തിൽ എന്ത് ചെയ്യുന്നു, ഇപ്പം ഒന്നാമത്തെ സെക്കൻഡിൽ ഒരു 20 ഫ്രെയിമിൽ ഒന്ന് കീ ഫ്രെയിം കൊടുത്തു, പാത്തിൽ 0 വന്ന് ഈ പാത്ത് എന്ത് ചെയ്തു, പാത്തിൽ വന്ന് എന്ത് ചെയ്തു, പാത്തിനെ മുകളിലോട്ട് നീക്കി. അതാണ് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് കീ ഫ്രെയിം വരുന്നത്. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കീ ഫ്രെയിം കാണാം. ഇത് തോന്നുന്നത് ഒന്നാമത്തെ സെക്കൻഡിൽ ഇതിനെ ഡബിൾ ചെയ്ത് താഴോട്ട് കൊണ്ടുവരാം. പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നത് ഈ മുകളിലത്തെ ഈ 2 ഷേപ്സും. അപ്പോൾ നിങ്ങൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മാത്രം മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും കൊടുത്തു. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാത്തിലൊന്ന് എന്ത് ചെയ്യും, ഇവിടെ കുറച്ച് ചേഞ്ചസ് വരുത്താം. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ എന്ത് ചെയ്യുക, സോറി
അതെ, അതുപോലെ ചെറിയ മാറ്റങ്ങൾക്ക് എന്ത് ചെയ്യുക കൊണ്ടുവരാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇവിടെയും ഒരു നമ്മൾ ഈ ഒരു എൻഡിലും എന്ത് ചെയ്യേണ്ടി വരും, ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതുപോലൊക്കെ എന്ത് ചെയ്യുക കാര്യങ്ങളെ എന്ത് ചെയ്യുക, ഇതുപോലെ കാര്യങ്ങൾ എന്ത് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇതിനെ കുറച്ച് ഡീറ്റെയിലിംഗ് ആഡ് ചെയ്യാം. അതിനായി അപ്പം ഇതൊരു ഷേപ്സ്, ഇതാണ് നമ്മൾ മെയിൻ. അപ്പോൾ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റീനെയിം കൊടുക്കാം. മെയിൻ എന്നുള്ള പേര് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഞാൻ കുറച്ച് എക്സ്ട്രാ പെൻ ടൂൾ തന്നെ വെച്ച് ഞാൻ തോന്നുന്നത് നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യാൻ പാടില്ല. അല്ലാതെ തന്നെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് ചെറിയ വാട്ടർ ഡ്രോപ്സ് എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്യാം. ഈ ലെയറും ഡീസെലക്ട് ചെയ്യുക. എന്നിട്ട് പെൻ ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, അടുത്ത കുറച്ച് വലുതായി പോയി. ഇതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ Ctrl D പ്രസ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അതിൻ്റെ പാത്തിൽ എന്ത് ചെയ്താൽ അതിൻ്റെ പാത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതിനെന്ത് ചെയ്യുക, ഒരു Ctrl D പ്രസ് ചെയ്തു, U 2 പ്രാവശ്യം പ്രസ് ചെയ്ത് നമുക്ക് ഇവിടെ പാത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തായാലും ചെയ്തു. ഇനി ഇതിനൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുകളിലോട്ട് വെച്ച് കൊടുത്ത് P പ്രസ് ചെയ്ത് ഞങ്ങൾക്ക് പൊസിഷൻ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റും. കീ ഫ്രെയിം കൊടുത്തു, 1ാമത്തെ സെക്കൻഡിൽ അതിനെ താഴോട്ട് കൊണ്ടുവന്നു. ഇത് തോന്നുന്നത് ഭയങ്കര ഫാസ്റ്റായിരിക്കണം. ഇതേപോലെയൊക്കെ എന്ത് ചെയ്യുക, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ലിക്വിഡ് എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒന്നുകൂടെ ബെറ്ററാണ്. അപ്പം ഒരുപാട് ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ കുറച്ച് ചില ലിക്വിഡൊക്കെ എന്ത് ചെയ്യുക, ഇതിനെ കോപ്പി എടുത്ത് Ctrl D പ്രസ് ചെയ്ത് ഈ പൊസിഷൻ ആക്സസ് ചെയ്ത് ഇവിടേക്ക് വെച്ച് കൊടുത്ത് ഇതിൻ്റെ കളർ എന്ത് ചെയ്താൽ മതി, ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഹോൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതന്നെയാണ് ഇതുപോലെ എന്ത് ചെയ്യുക, ഒരു ഷേപ്സും കാര്യങ്ങളും രണ്ടാമത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ലിക്വിഡിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഓരോ ടെക്നിക്കും കാര്യങ്ങളും. ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്ത് പഠിക്കാൻ. എനിക്ക് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് വരയ്ക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ഓരോ ഫ്രെയിമും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൽ പിന്നെ ഇങ്ങനത്തെ ഒരു ഈസി ടെക്നിക്കാണ് നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ആഫ്റ്റർ എഫക്ട്സിൽ വരുന്നത്. അപ്പം ഹോപ്പ് യു എൻജോയ് ഇറ്റ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ ട്യൂട്ടോറിയൽ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാൻ പറ്റും, കമൻറ്റ് ചെയ്യാൻ എന്ത് ട്യൂട്ടോറിയലാണ് വേണ്ടത്. നിങ്ങൾക്ക്
അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ മെസ്സേജ് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെക്ക് ചെയ്യാറുള്ളൂ, എന്നാലും ഞാൻ റിപ്ലൈ തരും. സോ സ്റ്റേ ട്യൂൺ.